സോ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ നോക്കേ. സോ ഇത് ആൽഫയാണ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോർമൽ റിയാക്ഷൻ വാല്യൂ അറിയാം, അത് ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഇത് 90 ഡിഗ്രി ആണ്. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ് ഡിസ്പ്ലേസ്. സോ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? സോ എത്രയാണ്? ഇത് ആൽഫയാണെങ്കിൽ ഇതെന്തായിരിക്കും? അത് ആൽഫ. എത്രയായിരിക്കും? ഇത് ഫുൾ 90 ആയതുകൊണ്ട് ഇത് ആൽഫയാണെങ്കിൽ എത്രയായിരിക്കും? 90 മൈനസ് ആൽഫ. ഇത് ഫുൾ 90 ഡിഗ്രി ആണ്, ആണോ? ഇവിടെ മുതൽ ഇവിടെ വരെ എന്താണ് ആംഗിളാണ്? 90 ഡിഗ്രി ആണ്. അതിൽ ഇത്രയും ഭാഗം 90 മൈനസ് ആൽഫയാണ്. സോ ഇത്രയും ഭാഗത്തിൽ ഇത് ഫുൾ 90 ആണ്. ഇതിൽ ഇത്രയും ഭാഗം എന്താണ്? 90 മൈനസ് ആൽഫയാണ്. സോ എത്രയായിരിക്കും ഇത്? ആൽഫ. സോ ഇത് ആൽഫയാണ് എങ്കിൽ നമുക്ക് കിട്ടി തീറ്റന്റെ വാല്യൂ അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ആൽഫയാണ്. സോ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ. നമുക്ക് തീറ്റന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ എത്രയാണ്? ആൽഫയാണ് ഇവിടെ. മനസ്സിലായോ? ബാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ ആണ്, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ചെയ്ത് എങ്ങനെ കിട്ടും? എനിക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ റിയാക്ഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? എം ജി കോസ് ആൽഫയാണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അത് വി ഇൻറ്റു ടി ആണ്. ഇൻറ്റു കോസ് സൈന തീറ്റ എത്രയാണ്? തീറ്റയുടെ വാല്യൂ ആൽഫയാണ്. സോ കോസ് ആൽഫ. സോ നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായോ? സോ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എടുത്ത് കോസ് സ്ക്വയർ ആൽഫയായിട്ട് മാറും. സെയിം ആൻസർ ആയിട്ട് മാറും. ഓക്കെ, സോ നേരത്തെ ആണെങ്കിൽ ഇവിടെ സൈൻ ആൽഫ ആയിരുന്നു, അതിന് പകരം എന്തിട്ട് മാറി? കോസ് ആൽഫയായിട്ട് മാറിയെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ നേരത്തെ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും എത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ കോൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ക്വസ്റ്റൻ ചെയ്യാനായിട്ട്. ഓക്കെ.